എല്ലാ +2 കൊമേഴ്സ് സ്റ്റുഡൻസിനും അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് സ്വാഗതം. നോക്കാം, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് പാർട്ണർഷിപ്പ് ഫ്രെയിമിലെ ഫിക്സഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിനെ കുറിച്ച് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സമീർ ആൻഡ് യാസ്മിൻ ആർ പാർട്ണേഴ്സ് വിത്ത് ക്യാപിറ്റൽസ് ഓഫ് ₹15 lakh ആൻഡ് ₹10 lakh റെസ്പെക്റ്റീവ്ലി. They agreed to share profits in the ratio 3:2. Show how the following transactions will be recorded in the capital accounts of the partners in case the capitals are fixed and the capitals are fluctuating. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സമീർ ആൻഡ് യാസ്മിൻ ആർ പാർട്ണേഴ്സ് വിത്ത് ക്യാപിറ്റൽസ് ഓഫ് ₹15 lakh. സമീറും യാസ്മിനും ആരാണ്? പാർട്ണേഴ്സാണ്. അതിൽ സമീർ കൊണ്ടുവരുന്നത് 15 lakhും യാസ്മിൻ കൊണ്ടുവരുന്നത് 10 lakhുമാണ്. അവർ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് റേഷ്യോ ഇവിടെ പറയുന്നുണ്ട്, 3:2. അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ എങ്ങനെയാണ് ഫിക്സഡ് ക്യാപിറ്റലിലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലിലും ഇത് പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നിന്നും പഠിക്കുന്നത്. ദ ബുക്സ് ആർ ക്ലോസ്ഡ് ഓൺ March 31 എവരി ഇയർ. ബുക്സ് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ആണ് March 31. അടുത്തതെന്ന് പറയുന്നത്, അഡീഷണൽ ക്വസ്റ്റ്യൻസ്. പർട്ടിക്കുലേഴ്സ്. അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ഓൺ October 2019. 2019 അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. എത്ര? 3 lakh സമീറും യാസ്മിൻ 2 lakhും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% പെർ ആനം ഓൺ ബോത്ത് ദ പാർട്ണേഴ്സ് സമീർ ആൻഡ് യാസ്മിൻ 5% വെച്ച്. ഡ്രോവിങ്സ് ഡ്യൂറിങ് 2019 to 20 30,000 20,000. അവർ 2019 20 അവരുടെ 2019 to 20 എന്നുള്ള വർഷത്തിൽ അവരുടെ ഡ്രോയിങ്സ് ആണ് 30,000 20,000. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് 1,800 1,200. നെക്സ്റ്റ് വൺ, സാലറി ഒരാൾക്കേ ഉള്ളൂ, സമീറിന് മാത്രം. കമ്മീഷൻ 10,000 7,000. ഷെയർ ഇൻ പ്രോഫിറ്റ് ഫോർ ദ ഇയർ 2019 to 20 60,000 40,000. 60,000 സമീറിൻ്റേതും 40,000 യാസ്മിൻ്റേതുമാണ്. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇതെന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. സമീർ ആൻഡ് യാസ്മിൻ ആർ പാർട്ണേഴ്സ് വിത്ത് ക്യാപിറ്റൽസ് ഓഫ് ₹15 lakh ആൻഡ് 10 lakh റെസ്പെക്റ്റീവ്ലി. ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എഴുതി, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഹെഡിങ് കൊടുത്തിട്ട് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന് ഹെഡിങ് കൊടുത്തിട്ട് പിന്നെ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുന്നു. അത് T ഷേപ്പിൽ ആദ്യം വരയ്ക്കുന്നു. എന്നിട്ട് പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് LF സമീർ യാസ്മിൻ 2 എമൗണ്ട് കോളം അതാത് പേഴ്സൻ്റേത് വലുതായിരിക്കണം. പിന്നീട് റൈറ്റ് സൈഡിൽ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് LF സമീർ യാസ്മിൻ ക്രെഡിറ്റ് സൈഡിലും അതുപോലെ 2 കോളം വീതം കൊടുത്തിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വെച്ച് ഇതെങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നത്, ഇവർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 15 lakhും 10 lakhും. അപ്പം നമ്മൾ എഴുതുന്നു ബാലൻസ് ഡ്രോഡൗൺ 15 lakh സമീർ, യാസ്മിൻ്റേത് 10 lakh. ഇനി അടുത്തത് നോക്കാം. അടുത്തത് ഇനി ഇവിടെ ഒന്നും പോസ്റ്റ് ചെയ്യാനില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് അഡീഷണൽ ഇൻഫർമേഷനിൽ എന്തുണ്ടെന്ന് നോക്കാം. അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ഓൺ October 2019 3 lakh 2 lakh. അപ്പം നമ്മളവിടെ എഴുതുന്നു ബാങ്ക്, എന്നിട്ട് ബ്രാക്കറ്റിൽ അഡീഷണൽ ക്യാപിറ്റലിൽ നിന്ന് കൊടുത്തു 3 lakh 2 lakh അതാത് കോളത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കണം ഇനി ഈ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തെങ്കിലും വരുമോ നോക്കണം. അപ്പോൾ ഇവിടെ ഇപ്പം 2 സെപ്പറേറ്റ് ഈ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആയതുകൊണ്ട് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും വരയ്ക്കും, പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ടും നമ്മൾ എടുക്കും. അപ്പം നമ്മൾ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേത് എല്ലാം പോസ്റ്റ് ചെയ്ത്, ഇനി ഒന്നുമില്ല പോസ്റ്റ് ചെയ്യാൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, 2 സൈഡും ഒരുപോലെ പിന്നെ ടോട്ടൽ ചെയ്യാനുള്ളത്, അതും 1-2 പോസ്റ്റിങ്ങിനുള്ള പിന്നെ സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ 2 സൈഡും പിന്നെ ടോട്ടൽ ചെയ്യാൻ വരയ്ക്കേണ്ടത്. അത് ഒരേപോലെ ആയിരിക്കണം വരയ്ക്കേണ്ടത്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. എന്നിട്ട് നമ്മളിനി ഇതിപ്പോൾ നോക്കുക,
ഇവിടെ ഇപ്പം പിന്നെ റൈറ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ എമൗണ്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 15 ലാക്ക് 3 ലാക്ക് എത്ര വന്നു? 15 + 3 ലാക്ക് എന്ന് പറയുമ്പോൾ 18 ലാക്ക് സമീറിന് വന്നു, യാസ്മിന് 12 ലാക്കും വന്നു. അപ്പോൾ അത് തന്നെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലും എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. 18 ലാക്ക് 12 ലാക്ക്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ഇപ്പോൾ ടോട്ടൽ കിട്ടി. ഇനി നമുക്കിത് ടാലി ആകുന്നില്ല. ഇവിടെ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ ഒരു ബാലൻസ് അപ്പം വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് എത്രയാണ്? ഈ 18 ലാക്ക് ഇവിടെ വേറെ ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ബാലൻസ് വന്നേക്കുന്നത് 18 ലാക്കും സമീറിൻ്റെ കോളത്തിലെ യാസ്മിൻ്റെ കോളത്തിലെ 12 ലാക്കും വന്നു. അപ്പം നമ്മളിത് പോസ്റ്റ് ചെയ്തു. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ടാണ്. പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട് ചെയ്യാൻ നമ്മളിപ്പോൾ പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട് ചെയ്യാനായിട്ട് ആദ്യം പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള ഇതെല്ലാം പോസ്റ്റ് ചെയ്ത് ഇനി നോക്കേണ്ടത് അഡീഷണൽ ഇൻഫർമേഷനിൽ എന്താണ് വരുന്നതെന്ന് നോക്കാം. അഡീഷണൽ ഇൻഫർമേഷനിൽ വരുന്നത് അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ഓൺ ഒക്ടോബർ 2019. ഒക്ടോബർ 2019 അവരൊരു അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് നോക്കാം. ഒരു 3 ലാക്ക് യാസ്മിൻ്റെ കോളത്തിൽ, സമീറിൻ്റെ കോളത്തിൽ 3 ലാക്കും യാസ്മിൻ്റെ കോളത്തിൽ 2 ലാക്കുമാണ്. ഇനി അതിന് നമുക്ക് വർക്കിംഗ് നോട്ടായിട്ട് ചെയ്യണം. കാരണം 2 ക്യാപിറ്റലുണ്ട് ഇവിടെ. അവർ ബിസിനസ് തുടങ്ങുന്ന സമയത്തൊരു ക്യാപിറ്റൽ കൊണ്ടുവന്നതുകൊണ്ട് പിന്നീട് അഡീഷണൽ ക്യാപിറ്റലും ഉണ്ട്. അപ്പോൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് കൊണ്ടുവന്നത് പിന്നെ സമീർ എന്ന് പറയുന്ന പേഴ്സൺ എത്രയാണ്? 15 ലാക്കാണ് കൊണ്ടുവന്നത്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 5% പെർ ആനം എന്ന്. ഒരു വർഷത്തേക്ക് 5% ആണ്. അപ്പോൾ 15 ലാക്കിൻ്റെ 5% എന്ന് പറയുമ്പോൾ 15 ലാക്ക് ഇൻറ്റു 5/100. അല്ലെ നമുക്ക് ഈ കാൽക്കുലേഷൻ ഇങ്ങനെ തന്നെ എഴുതിയിട്ട് നമ്മൾ പിന്നെ കാൽക്കുലേറ്റർ ഡയറക്റ്റായിട്ട് 15 ലാക്ക് ഇൻറ്റു 5% എന്ന് അടിക്കുമ്പോൾ എത്ര കിട്ടും? 75,000. ഇനി നോക്കാം. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ ക്വസ്റ്റ്യനകത്തിൽ. എത്ര? 5%, 3 ലാക്ക്. അതെന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് പ്രത്യേകമായിട്ട്. എന്താണ്? ഒക്ടോബർ മാസത്തിലാണ് ഈ പിന്നെ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്നത് എന്നാണെന്ന് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തുകൊണ്ട് March 31 എന്ന്. അപ്പോൾ ഒക്ടോബർ തൊട്ട് മാർച്ച് മാസം വരെ, ഒക്ടോബർ തൊട്ട് മാർച്ച് മാസം വരെ എന്ന് പറയുന്നത് 6 മന്ത് ഉണ്ട്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ 6 മന്ത് ഉണ്ട്. അപ്പം 3 ലാക്ക് ഇൻറ്റു 6/12 എന്ന് വെച്ചാൽ 6 മന്താണ് നമ്മൾ ഈ അഡീഷണൽ ക്യാപിറ്റൽ ഉപയോഗിച്ചത്. അതെന്ന് പറയുന്നത് ഔട്ട് ഓഫ് എത്രയാണ്? 12 ഇൻറ്റു 5/100. അപ്പോൾ നമ്മളിത് കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് അടിക്കാം. 3 ലാക്ക് ഇൻറ്റു 5% ഇൻറ്റു 6/12 നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 75,000 ആണ്. അപ്പോൾ സമീറിൻ്റേത് ഇത് രണ്ടെണ്ണവും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 75,000 പ്ലസ് 7,500 82,500 കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് യാസ്മിൻ്റേതാണ്. യാസ്മിൻ്റേതും ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് 10 ലാക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഫുൾ 1 ഇയർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെയും എത്രയാണ്? 5% ആണ് പിന്നെ ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ 5% ഓഫ് 10 ലാക്ക്. 10 ലാക്ക് ഇൻറ്റു 5/100 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 50,000 കിട്ടും. 10 ലാക്ക് ഇൻറ്റു 5/100 എന്ന് പറയുമ്പോൾ 50,000 കിട്ടും. ഇനി നോക്കാം. ഇനി അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് 2 ലാക്കാണ്. 2 ലാക്ക് എന്ന് പറയുന്നത് 2 പേരും ഒക്ടോബർ മാസത്തിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഒക്ടോബർ തൊട്ട് മാർച്ച് വരെ എത്രയാണ്? 6 മന്ത്. 2 ലാക്ക് ഇൻറ്റു 5/100 ഇൻറ്റു 6/12 നമുക്ക് കിട്ടിയത് എത്രയാണ്? 5,000. അപ്പം 50,000 പ്ലസ് 5,000 55,000 കിട്ടി യാസ്മിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇനി നമ്മളത് പോസ്റ്റ് ചെയ്യാൻ പോവാണ്. നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നേരത്തെ കാൽക്കുലേഷൻ വർക്കിംഗ് നോട്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 82,500 കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എഴുതി. പിന്നീട് 55,000 കിട്ടിയിട്ടുണ്ട് യാസ്മിന്, അതും എഴുതി. ഇനി നോക്കാം. ക്വസ്റ്റ്യനകത്ത് നോക്കേണ്ടത്, ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് പാർട്ണേഴ്സ് സാലറി എന്ന് പറയുന്നത് 20,000 ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അത് നമ്മളിവിടെ പോസ്റ്റ് ചെയ്തു. ഇനിയും ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് നോക്കാം. കമ്മീഷൻ 10,000 7,000.
അപ്പം കമ്മീഷൻ നമ്മൾ 10,000 സമീറിൻ്റെ കോളത്തിലും എഴുതി, യാസ്മിൻ്റെ കോളത്തിൽ 7,000 എഴുതി. ഇനി നോക്കേണ്ടത്, ഇനി എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് ഷെയർ ഇൻ പ്രോഫിറ്റ് ഫോർ ദ ഇയർ 2019-20, 60,000, 40,000. അപ്പോൾ അത് അവരുടെ അതാത് പേഴ്സൻ്റെ പിന്നെ സമീറിൻ്റെ കോളത്തിൽ 60,000 യാസ്മിൻ്റേത് 40,000 എഴുതി. ഇപ്പോൾ റൈറ്റ് സൈഡ് നമുക്ക് ക്ലിയറായി. ഇനി നമ്മൾക്കുള്ളത്, നമ്മളിവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതിയെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എന്ത് വരണം? ഡ്രോയിങ്സ് വരണം. അപ്പം നമുക്ക് നോക്കാം, ഡ്രോയിങ്സ് നോക്കാം. ഡ്രോയിങ്സ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ അതിൽ കാണിക്കുന്നുണ്ട്. ഡ്രോയിങ്സ് 2019-20 ഡ്രോയിങ്സ് 30,000, 20,000 അതായത് പേഴ്സൻ്റെ കോളത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,800, 1,200. അപ്പോൾ നമ്മളത് പോസ്റ്റ് ചെയ്തു. ഇനിയും നോക്കേണ്ടത്, ഇതിപ്പോൾ നമ്മളെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കേണ്ടത് നമ്മളിങ്ങനെ ഇതിപ്പോൾ ഇനി ഇതിനകത്തിലൊന്നും വരാനില്ല, എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കട്ടെ ഏത് സൈഡാണ് കൂടുതലായിട്ടുള്ള വലിയ എമൗണ്ട് ഉള്ളതെന്ന് നോക്കുമ്പോൾ ഇവിടെ 82,500, 20,000, 10,000, 60,000 ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1,72,500 കിട്ടി. 1,72,500 കിട്ടി. ഇനി നോക്കേണ്ടത് യാസ്മിൻ്റെ കോളത്തിൽ 55, 7,000, 40,000 നമുക്ക് കിട്ടിയത് 1,02,000. ഈ എമൗണ്ട് തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലും ടോട്ടൽ ചെയ്തു നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് ഇനി നോക്കണ്ടേ ഈ 1,72,500 മൈനസ് 30,000 മൈനസ് 1,800 നമുക്ക് കിട്ടിയ ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1,40,700. ഇനി യാസ്മിൻ്റേത് 1,02,000 മൈനസ് 20,000 മൈനസ് 1,200 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 80,800. അപ്പോൾ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് മൊത്തം കംപ്ലീറ്റ് ചെയ്തു. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യണം, പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്തതെന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിന് ഒരൊറ്റ അക്കൗണ്ട് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി. നേരത്തെ ഈ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പം നമ്മളിനി ഒന്നുകൂടി നോക്കാം. ഇവിടെ ഇപ്പോൾ സമീറിൻ്റെ പിന്നെ 15 ലാഖ് അത് ചെയ്തു. ഈ നേരത്തെ പറഞ്ഞ കൂട്ടി 2 പേർക്കും 2 കോളം വേണം. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലും ആ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലെ പോട്ട് തന്നെ അക്കൗണ്ട് വരയ്ക്കുക. വരച്ച് കഴിഞ്ഞിട്ട് അവരുടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ളത് 15 ലാഖും 10 ലാഖും പിന്നീട് അഡീഷണൽ ക്യാപിറ്റൽ നമ്മൾ പോസ്റ്റ് ചെയ്ത് 3 ലാഖ് 2 ലാഖ്. കാരണം മറ്റേത് നേരത്തെ നമ്മൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു ചെയ്യുന്നത്. ഇത് ഒറ്റ ഒരു അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 82,500, നെക്സ്റ്റ് 55,000, സാലറി 20,000, നെക്സ്റ്റ് കമ്മീഷൻ 10,000, 7,000 കമ്മീഷൻ ആയിരുന്നു 10,000, 7,000, പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ 60,000, 40,000. അപ്പോൾ ഇവിടെ ഒന്നുകൂടി പറയാം, ഓപ്പണിംഗ് ബാലൻസ് എഴുതി, അഡീഷണൽ ക്യാപിറ്റൽ എഴുതി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതി, സാലറി എഴുതി, കമ്മീഷൻ എഴുതി, പി ആൻഡ് എൽ അപ്രോപ്രിയേഷനും എഴുതി. അവിടുന്ന് അതിനെ ഈ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നിന്നുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഒരൊറ്റ അക്കൗണ്ട് മതി, എല്ലാം നമ്മൾ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നു. ഇനി ലെഫ്റ്റ് സൈഡിലെ ഡ്രോവിങ്സ് 30,000, 20,000, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,800, 1,200. ഇനി നമ്മളിത് ടാലി ചെയ്യാൻ പോവാം. ടാലി ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇവിടെ തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും, റൈറ്റ് സൈഡിലാണ് വലിയ എമൗണ്ട് കിടക്കുന്നത്. ഇവിടെ 15 ലാഖൊക്കെയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതെന്ന് പറയുന്നത് 30,000, 20,000 ആ രീതിയിലുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് സൈഡ് നമ്മൾ ആഡ് ചെയ്യുന്നു. 50 lakh plus 3 lakh plus 82,500 plus 20,000 plus 10,000 plus 60,000 ടോട്ടൽ കിട്ടിയത് 19,72,500. ഇനി നോക്കേണ്ടത് യാസ്മിൻ്റെ കോളം 10 lakh plus 2 lakh plus 55,000 plus 7,000 plus 40,000 13,02,000 കിട്ടി. ഇനി ഈ എമൗണ്ട് തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലും എഴുതി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഈ 19,72,500 നിന്ന്
ഡ്രോയിങ്സ് 30,000 ലെസ് ചെയ്തു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൽ ലെസ് ചെയ്തപ്പോൾ നമുക്ക് ബാലൻസ് കിട്ടി 19,40,700. ഇവിടെ യാസ്മിൻ്റേത് 13,02,000 നിന്നും 20,000 1,200 ലെസ് ചെയ്തപ്പോൾ 12,80,800 കിട്ടി. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒറ്റ അക്കൗണ്ട് വരയ്ക്കുന്നത്. അതേസമയം പിന്നെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിൽ 2 അക്കൗണ്ട് വേണം. അത് പ്രത്യേകം ഓർമ്മിക്കണം. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഏതെങ്കിലും ഒരെണ്ണമേ ചോദിക്കത്തുള്ളൂ. പക്ഷേ രണ്ടും ഇതിൽ ഈ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഇത് രണ്ടും കൂടി ഒരൊറ്റ അക്കൗണ്ട് ആകും. അത് ശ്രദ്ധിക്കണം. ഓക്കെ.